ഗായ്സ്, ഞങ്ങളുടെ വീട്ടിൽ ഇറക്കി പൂജ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരുക്കങ്ങളാണ് ഗായ്സ് നിങ്ങളിപ്പോൾ കാണുന്നത്. ദേവിക്ക് വേണ്ടി പച്ചപ്പന്തൽ കെട്ടണം. പച്ചപ്പന്തൽ എന്ന് പറഞ്ഞാൽ ഈ ഓല വെട്ടി മെടങ്ങി കമ്പ് നിർത്തി അതിലെല്ലാം ഈ ഓലകൾ വെച്ച് പച്ചപ്പന്തലാക്കും ഗായ്സ്. എന്നിട്ട് ദേവി അതിലെടുത്തും ഇതിങ്ങനെ മെടയും. എൻ്റെ പൂനം മാമനാണ് ഗായ്സ് മെടയുന്നത്. ഇതങ്ങനെ ഇപ്പോൾ ആർക്കും അത്ര മെടയാനൊന്നും അറിയില്ല. അപ്പം ഇങ്ങനെ മെടങ്ങി ആ പച്ചപ്പന്തലിൽ വയ്ക്കും. കണ്ടോ, ഇതുപോലെ ആക്കണം ഓല. കണ്ടോ, ഈ ഓലകളിനെ കട്ട് ചെയ്തിട്ട് മെടങ്ങി സെറ്റാക്കണം ഗൈസ്. മാമൻ എന്ത് സ്പീഡിലാണിത് ചെയ്യുന്നത്. ഇങ്ങനെ നല്ല രീതിക്ക് മെടയണം. ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ഇൻ്റർലോക്ക് ഇട്ടിരിക്കണതുകൊണ്ട് കമ്പ് നിർത്താൻ പറ്റില്ല. അപ്പം മാമൻ്റെ ബുദ്ധി കൊണ്ട് മാമൻ ബക്കറ്റിൽ മണ്ണ് നിറച്ച് കമ്പ് കുത്തിയിട്ടാണ് ഗൈസ് പച്ചപ്പന്തലിടുന്നത്. ഞാനും ഈ ഓല മെടയാൻ നോക്കി, പക്ഷേ പറ്റിയില്ല ഗൈസ്. ഇത് നിസ്സാര കാര്യമല്ല. മാമൻ എങ്ങനെയാണ് ചെയ്യുന്നത്? മാമൻ സൂപ്പറല്ലേ ഗൈസ്. മാമൻ്റെ ബുദ്ധി കൊണ്ട് ഞാനും സഹായിക്കേണ്ടി വന്നു കേട്ടോ. ഞാൻ കമ്പ് പിടിച്ചു കൊടുത്തു. മാമ ഇങ്ങനെ മണ്ണൊക്കെ ഇട്ടു. അങ്ങനെ 4 ഇതിലും ബക്കറ്റിൽ മണ്ണ് നിറച്ച് കമ്പൊക്കെ പിടിക്കണം ഗൈസ്. അപ്പം മാമന് രാത്രി ആയപ്പോഴത്തേക്കും മുകളിലും കമ്പ് കെട്ടണം. അപ്പം അത് കമ്പ് കെട്ടണമെങ്കിൽ ഞാൻ ആ ബക്കറ്റിൻ്റെ മുകളിൽ കയറി അത് പിടിച്ചു കൊടുത്താലേ പറ്റും. അപ്പം ഞാനിങ്ങനെ ബക്കറ്റിൻ്റെ മുകളിൽ കയറി പിടിച്ചു കൊടുക്കും ഗൈസ്. ഇതുപോലെ പിടിച്ച് കിടക്കും. അപ്പോഴാണ് ഇത് വയ്ക്കാൻ പറ്റുന്നത് കേട്ടോ. ഇങ്ങനെ വയ്ക്കും. അങ്ങനെ അവസാനം നമ്മുടെ പച്ചപ്പന്തൽ റെഡിയായി ഗായ്സ്. കുരുത്തോലയൊക്കെ വെച്ച് നല്ല രീതിക്ക് അലങ്കരിക്കും. അകത്ത് ദേവി ഇരിക്കാനുള്ള സ്ഥലത്ത് മെടങ്ങിയിരിക്കുന്ന ഓലയൊക്കെ വച്ചിട്ടുണ്ട്. ഇത് ഇനി പൂവൊക്കെ വെച്ച് അലങ്കരിക്കണം. അതെൻ്റെ ജോലിയാണ്. ഇതേ കണ്ടോ, കുരുത്തോലയൊക്കെ വെച്ച് ചുറ്റും കുരുത്തോല വയ്ക്കും ഗൈസ്. ഞാൻ ഇത് പൂക്കൾ വെച്ച് അലങ്കരിക്കുകയാണ്. അമ്മയാണെങ്കിൽ വീഡിയോ എടുക്കാൻ സഹായിച്ചു, പക്ഷേയോ ഫോൺ ഓൺ ചെയ്തില്ല. അമ്മ ഇങ്ങനെ ഫോൺ ഓൺ ചെയ്യാതെ ആ പന്തലിൻ്റെ ചുറ്റും കറങ്ങി നടന്നു. എന്നിട്ട് അമ്മ എൻ്റെ അടുത്ത് പറയാണ്, മോളെ ഞാൻ ഫോൺ ഓൺ ചെയ്തില്ലെന്ന്. അമ്മയുടെ ബുദ്ധി വിമാനമല്ലേ ഗൈസ്. അപ്പോൾ ഞാൻ ജമന്തിയും കണിക്കൊന്നകളും മൊസാൻഡോയും എല്ലാം വെച്ച് ചെമ്പരത്തിയും എല്ലാം വെച്ച് ഇങ്ങനെ കെട്ടിക്കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി. ഇതുപോലെ ചുറ്റും കെട്ടിക്കൊടുക്കും ഗൈസ്. കേട്ടോ, എവിടെയോ കൊട്ടി കേൾക്കുന്നുണ്ട്. എവിടെയോ ഞാൻ ശബ്ദം കേട്ട് ഗൈസ്. അതാണ് അങ്ങനെ പറഞ്ഞത്. പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ. അതിനിടയ്ക്ക് ഞങ്ങളാണെങ്കിൽ ജംഗ്ഷനിലെ ഗാനമേള ഉണ്ടായിരുന്നു, അത് കാണാം. ഇതാണ് ഗൈസ് പ്രതീഷ് മാമൻ്റെ മോള് രുക്കു.
ദേവിക്കുള്ള ഇതൊക്കെ പൂജയ്ക്ക് സാധനങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടി കുറേ കോവിലിൽ നിന്ന് കുറേ മാമരൊക്കെ വന്നു. അങ്ങനെ ദേവിയും വന്നു ഗായ്സ്. അങ്ങനെ ഇരുത്തി അതിൽ പൂജിക്കും. ഇതുപോലെ പൂജിക്കും ഗായ്സ്.